അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ ശ്ലോകം മുതൽ 59-ാമത്തെ ശ്ലോകം വരെ 10 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയോടെ സമർപ്പിക്കുന്നു. ഭവിഷ്യന്തി മനുഷ്യാണാം പൂജിതാ പ്രതിമാസു ച താസാം തവ ച ദേവേശ കീർത്തി സ്യാദഖിലേഷ്വപി. ദ്വീപേഷു സപ്തസ്വപി ച വിഖ്യാതാ ഭുവി മണ്ഡലേ താശ്ച ത്വാം വൈ മഹാഭാഗ മാനവാ ഭുവി മണ്ഡലേ. അർച്ചയിഷ്യന്തി വാഞ്ഛാർത്ഥം സകാമാ സതതം ഹരേ. അർച്ചാസു ചോപഹാരൈശ്ച നാനാഭാവസമന്വിതാഃ. പൂജയിഷ്യന്തി വേദോക്തൈർമന്ത്രൈർനാമജപൈസ്തഥാ. മഹിമാ തവ ഭൂർലോകേ സ്വർഗേ ച മധുസൂദന. പൂജനാദ് ദേവദേവേശ വൃദ്ധിമേഷ്യതി മാനവൈ. വ്യാസ ഉവാച ഇതി ദത്വാ വരാൻ വാണി വിരരാമ സ്വസംഭവാ. ഭഗവാനപി പ്രീതാത്മാ ഹ്യഭവൽ ശ്രവണാദിവ. സമാപ്യ വിധിവദ്യജ്ഞം ഭഗവാൻ ഹരിരീശ്വര.
വിസർജയിത്വാ താൻ ദേവാൻ ബ്രഹ്മപുത്രാൻ മുനീനധ ജഗാമാനുചരൈ സാർദ്ധം വൈകുണ്ഠം ഗരുഡധ്വജ സ്വാനി സ്വാനി ച ധിഷ്ണ്യാനി പുനഃ സർവേ സുരാസ്തതാ മുനയോ വിസ്മിതാ വാർത്താം കുർവന്തസ്തേ പരസ്പരം യയു പ്രമുദിതാ കാമം സ്വാശ്രമാൻ പാവനാനധ ശ്രുത്വാ വാണിം പരമവിശദാം വ്യോമജാം ശ്രോത്രരമ്യാം സർവേഷാം വൈ പ്രകൃതിവിഷയേ ഭക്തിഭാവശ്ച ജാത ചക്രുഃ സർവേ ദ്വിജമുനിഗണാ പൂജനം ഭക്തിയുക്താ തസ്യാ കാമം നിഖിലഫലദം ചാഗമോക്തം മുനീന്ദ്രാ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ തൃതീയസ്കന്ധേ ത്രയോദശോऽധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവീ ഭാഗവതം തൃതീയ സ്കന്ധം 13-ാമത്തെ അധ്യായം 50-ാമത്തെ ശ്ലോകം മുതൽ 59-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നു. ഇതോടുകൂടി 13-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുകയാണ്. ഭാഷാഗാനത്തിലേക്ക്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രതിമയിൽ ശക്തികളെ പൂജിച്ചിടിൽ മനുഷ്യരിൽ പ്രസാദിച്ചു സർവകാമം നൽകിയിടും നൂനം. അതുവഴി ശക്തിസ്വരൂപിണികൾക്കും അങ്ങേക്കും നൽ കീർത്തിയുണ്ടായിടും സർവ ദേശങ്ങളിലും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സപ്തദ്വീപിലതു പോലെ സർവഭൂഖണ്ഡങ്ങളിലും കീർത്തിയേറും ഭൂമിയാകെയുള്ള മനുഷ്യ ശക്തിയെയും അങ്ങയെയും സകാമമായി പൂജിച്ചിടും ഭക്തിയോടെ ഉപഹാരങ്ങളോടുകൂടെ വേദമന്ത്രത്തിലൂടെയും നാമജപത്തിലൂടെയും പൂജിക്കും തവ മാഹാത്മ്യം മൂന്നു ലോകത്തിൽ. മാനവർത്തൻ പൂജയാലെ അഭിവൃദ്ധി നേടും നൂനം. ഇപ്രകാരം ചൊല്ലി നഭോവാണി ശാന്തമായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, നഭോവാണി കേട്ട വിഷ്ണു
അത്യന്തം പ്രസന്നനായി നല്ല പോലെ യജ്ഞപൂർത്തി വരുത്തി ഹരി. ദേവന്മാരെ മുനിമാരെ യാത്രയാക്കിയതിൻ ശേഷം ദേവദേവൻ വൈകുണ്ഠത്തിലേക്കു മടങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സർവദേവ സമൂഹവും സർവമുനിജനങ്ങളും സർവകാമദമാം യജ്ഞത്തെയും പുഴത്തി. സർവകാമദമാം യജ്ഞത്തെയും പുകഴ്ത്തി. താന്താങ്ങൾ തൻ ആശ്രമസ്ഥാനത്തിലേക്കു മടങ്ങിനാൻ തരളിത ചിത്തരായി സന്തോഷത്തോടെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അത്യന്തം നിർമ്മലമായ കർണരസായനമായ അമ്മയുടെ വാക്കുകളെ കേട്ടതിനാലേ അവരുടെ ഉള്ളിലെല്ലാം ദേവി ഭക്തി ഉണർന്നല്ലോ. അവരെല്ലാം വേദോക്തമാം പൂജ നടത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 3-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ ശ്ലോകം മുതൽ 59 കൂടിയുള്ള 10 ശ്ലോകങ്ങളെ വിചാരം ചെയ്യുന്നു. അംബികായജ്ഞം നടത്തുന്ന വിഷ്ണുവിന് ആ ഹവിസ് യജ്ഞാഗ്നിയിലേക്ക് സമർപ്പിച്ചപ്പോൾ ഒരു നഭോവാണി കേൾക്കാൻ സാധിച്ചു. ആ നഭോവാണിയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടന്നുപോയത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ആദ്യത്തെ 4 ശ്ലോകങ്ങളിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതും. ദേവിയുടെ വാക്കുകളായി ആ ആകാശവാണി അശരീരി പിന്നീട് പറയുന്നു, ഭവിഷ്യന്തി മനുഷ്യാണാം പൂജിതാ പ്രതിമാസുച താസാം തവച ദേവേശ കീർത്തി സ്യാദഖിലേഷ്വപി. ഹേ ദേവേശ, പ്രതിമകളിൽ ആ ദേവീഭാവനയോടുകൂടി പൂജ ചെയ്താൽ മനുഷ്യർക്ക് അവർ
ആഗ്രഹിക്കുന്ന സകല കാമങ്ങളും നൽകും. താസാം തവച ദേവേശ കീർത്തിസ്യാദഖിലേഷ്വപി. അതോടെ ആ ശക്തിസ്വരൂപിണികളുടെയും അതേപോലെ തന്നെ ഹേ മധുസൂദന വിഷ്ണു അങ്ങയുടെയും കീർത്തി എല്ലായിടത്തും പരക്കും. ദ്വീപേഷു സപ്തസ്വപിച, സപ്തദ്വീപുകളിൽ ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം ഈ സപ്തദ്വീപുകളിലും അതേപോലെ തന്നെ വിഖ്യാത ഭുവിമണ്ഡലെ സമസ്ത ഭൂമണ്ഡലങ്ങളിലും അങ്ങയുടെ കീർത്തി വ്യാപിക്കും. താശ്ച ത്വാം വൈ മഹാഭാഗ മാനവ ഭുവി മണ്ഡലെ. ഹേ മഹാഭാഗ, അല്ലയോ വിഷ്ണു, ആ ശക്തിസ്വരൂപിണികളെയും അങ്ങയെയും ഭൂമണ്ഡലത്തിലുള്ള മനുഷ്യർ അർച്ചയിഷ്യന്തി. വാഞ്ചാർത്ഥം സകാമാ സതതം ഹരേ. സകാമന്മാരായി ആഗ്രഹത്തോടുകൂടി അഭിലാഷത്തോടുകൂടി തങ്ങളുടെ ആ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, കാമങ്ങൾ സാധിക്കാനായി എല്ലായ്പ്പോഴും സതതം അർച്ചയിഷ്യന്തി, എപ്പോഴും പൂജിക്കും, അർച്ചിക്കും. അർച്ചാസു ചോപഹാരൈശ്ച നാനാഭാവ സമന്വിത. ഉപഹാരങ്ങളോടുകൂടി പൂജകളിൽ പല പലതരത്തിലുള്ള ഭാവങ്ങൾക്ക് വിധേയരായി പൂജയിഷ്യന്തി, പൂജിക്കും. വേദോക്തൈർ മന്ത്രൈർ നാമജപൈസ്തഥാ. വേദത്തിൽ പറഞ്ഞിട്ടുള്ള, വേദങ്ങളിൽ ഉക്തമായിരിക്കുന്ന, വേദത്തിൽ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ, വൈദിക മന്ത്രങ്ങൾ, അതേപോലെ തന്നെ നാമങ്ങളെ കൊണ്ടും ഒക്കെ ജപിച്ചും കൊണ്ട്, അല്ലയോ ഹേ അച്യുത മധുസൂദന അങ്ങയെ പൂജിക്കും. മഹിമ തവഭൂർലോകെ സ്വർഗേ ച മധുസൂദന. അതോടുകൂടി ഭൂമിയിലും സ്വർഗത്തിലും അങ്ങയുടെ മാഹാത്മ്യം വർദ്ധിച്ചു വർദ്ധിച്ച് വരും. പൂജനാ ദേവദേവേശ വൃദ്ധിമേഷ്യതി മാനവൈഹി. മാനവരുടെ, ഈ മനുഷ്യരുടെ വിവിധങ്ങളായിട്ടുള്ള പൂജകളെ കൊണ്ട്, പലതരത്തിലുള്ള ഉപഹാരങ്ങളോടുകൂടി അങ്ങയെ പൂജിക്കുന്നത് കൊണ്ട് അങ്ങയുടെ കീർത്തി ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും അഭിവൃദ്ധി പ്രാപിച്ചു വരികയും ചെയ്യും. വ്യാസൻ പറയുകയാണ് 54-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ, ഇത് ദത്വാ വരാൻ വാണി വിരരാമ സ്വസംഭവ. ഇങ്ങനെ വരം നൽകിയിട്ട് ആ സ്വയം സംഭവിച്ച ആകാശവാണി അത് സ്വയമേവ സ്വസംഭവാ വാണി വിരരാമ, അതവിടുന്ന് വിരമിച്ചു, അല്ലെങ്കിൽ ആ ശബ്ദം അവിടെ നിലച്ചു, ശാന്തമായി. ഭഗവാനപി പ്രീതാത്മാ ഹ്യഭവൽ ശ്രവണാദിവ. ഈ ആകാശവാണി ഇത് കേട്ടതുകൊണ്ട് ഭഗവാനും ആ വിഷ്ണുവും പ്രീതനായി, പ്രസന്നനായി. പിന്നീട് സമാപ്യ വിധിവദ്യജ്ഞം ഭഗവാൻ ഹരിരീശ്വര. വിധിയാവണ്ണം ആ യജ്ഞം സമാപിപ്പിച്ചു ഭഗവാൻ ഹരി. എന്നിട്ടോ അതിനുശേഷം ആ യജ്ഞത്തിൽ പങ്കെടുത്ത 27 ഋത്തുക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ആ ഋത്തുക്കുകൾ, അവരെയൊക്കെ ഋത്വിജോ വാരയാമാസ സപ്തവിംശതി സുവ്രതാൻ എന്ന് പറഞ്ഞു. അവരെയൊക്കെ പറഞ്ഞയച്ചു എന്നാണ്. വിസർജയിത്വാ താൻ ദേവാൻ ബ്രഹ്മപുത്രാൻ മുനീനഥ ജഗാമാനുചരൈ സാർത്ഥം വൈകുണ്ഠം ഗരുഡധ്വജ. ആ ദേവന്മാരെയും അതേപോലെ മുനിശ്രേഷ്ഠന്മാരെയും ബ്രഹ്മപുത്രന്മാരായിരിക്കുന്ന മുനികളെയും ഒക്കെ യാത്രയാക്കിയിട്ട് ആ ഗരുഡധ്വജൻ സാക്ഷാൽ ഭഗവാൻ തൻ്റെ അനുചരന്മാരോടുകൂടി, അനുചരൈ സാർത്ഥം, അനുചരരോടുകൂടി വൈകുണ്ഠം ജഗാമ, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. സ്വാനി സ്വാനിചധിഷ്ണ്യാനി പുനഃ സർവേ സുരാസ്തത മുനയോ വിസ്മിതാവാർത്താം കുർവന്തസ്തേ പരസ്പരം യയു പ്രമുദിതാകാമം സ്വാശ്രമാൻ പാവനാനധ. ഈ അവസരത്തിൽ യാത്രയായ സകല ദേവന്മാരും അതേപോലെ തന്നെ സകല മുനിമാരും ഈ യജ്ഞത്തെക്കുറിച്ച് പ്രകീർത്തിച്ചും കൊണ്ട് അവരവരുടെ ആശ്രമസ്ഥാനങ്ങളിലേക്ക് യാത്രയായി എന്നാണ്. അങ്ങനെയാണ് നമ്മളൊരു കാര്യം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് എന്താ നമ്മൾ ചിന്തിക്കുക? ആ
സംഭവത്തെക്കുറിച്ചാണ് പറയുക. അത് നന്നായി എന്നും അല്ലെങ്കിൽ മോശമായി എന്നും, അത് ചിലപ്പോൾ വിവാഹത്തിന് പോയാലും അതല്ലെങ്കിൽ ഏത് വിശേഷത്തിന് പോയാലും അങ്ങനെയാണ്. അവിടെ ചെന്ന് അത് കണ്ട് അല്ലെങ്കിൽ അത് കേട്ട് അവസാനം അതിനെക്കുറിച്ച് സംസാരിച്ചും കൊണ്ട് തിരിച്ചു പോരുക, അങ്ങനെയാണ് പതിവ്. ഇവിടെയും അതെ, അവരൊക്കെ തന്നെ അവരവരുടെ ആ ഉള്ളിലുണ്ടായ സന്തോഷം, ആ യജ്ഞത്തെപ്പറ്റി പരസ്പരം പ്രകീർത്തിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് ആ സന്തോഷം പങ്കുവച്ചും കൊണ്ട് അവരവരുടെ പാവനമായിരിക്കുന്ന ആശ്രമസ്ഥാനങ്ങളിലേക്ക് തിരിച്ച് പോവുകയും ചെയ്തു. സസന്തോഷം യാത്രയായി എന്ന് പറയുന്നു. ശ്രുത്വാവാണിം പരമവിശദാം വ്യോമജാം ശ്രോത്രരമ്യാം പരമവിശദാം വാണിം ശ്രുത്വ. കാതുകൾക്ക് രസത്തെ ഉണ്ടാക്കുന്ന കർണമധുരമായിരിക്കുന്ന വ്യോമജാം, ആകാശത്തിൽ നിന്നുണ്ടായ ആ വളരെ വിശേഷമായിട്ടുള്ള നിർമ്മലമായിരിക്കുന്ന ആകാശവാണി, അത് കേട്ടിട്ട് സർവേഷാം വൈ പ്രകൃതി വിഷയേ ഭക്തിഭാവശ്ച ജാത, എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവതിയോടുള്ള ഭക്തിഭാവം ഉണർന്നു. ചക്രുസർവേ ദ്വിജമുനിഗണ പൂജനം ഭക്തിയുക്ത. അങ്ങനെ ആ മുനികളും ബ്രാഹ്മണരും ഒക്കെ തന്നെ എല്ലാവരും സകല മാനവരും ഭക്തിയോടുകൂടി ആ ദേവീ പൂജ നിർവഹിച്ചു എന്നാണ്. തസ്യാ കാമം നിഖിലഫലദം ചാഗമോക്തം മുനീന്ദ്ര. അവരൊക്കെ ആ ദേവിയെ വേണ്ട വിധത്തിൽ പൂജിച്ചു. വേദവിഹിതമായ പൂജ, വേദോക്തമായ പൂജാവിധികളോടുകൂടി ദേവിയെ പൂജിച്ചു എന്ന് പറയുന്നിടത്താണ് ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടുന്നത്. നാളെ 14-ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ജനമേജയൻ്റെ ചോദ്യം, ആ ദേവിയുടെ മഹിമ വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ട്, അത് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ വ്യാസൻ്റെ മറുപടിയാണ് നമുക്ക് നാളെ കേൾക്കാൻ സാധിക്കുക. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.